ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനെ കുറിച്ച് ഹ്രസ്വമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1882-ലാണ്. 1882 ജൂലൈ മാസം 1-ാം തീയതി അത് പ്രാബല്യത്തിൽ വന്നു. വസ്തു കൈമാറ്റത്തെ സംബന്ധിച്ച അടിസ്ഥാന നിയമമാണ് വസ്തു കൈമാറ്റ നിയമം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഈ നിയമത്തിന്റെ ആധാരശിലയിലാണ് 1899 ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടും 1908 രജിസ്ട്രേഷൻ ആക്ടും 1959 കേരള സ്റ്റാമ്പ് ആക്ടും നിലനിൽക്കുന്നത്. ഈ 3 നിയമങ്ങളും നമുക്ക് പരിചിതമാണെങ്കിലും ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് അത്ര പരിചിതമായ നിയമമല്ല. കുറച്ചുകൂടി സങ്കീർണമായ നിയമമാണ് താനുമത്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ട് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഈ മാധ്യമം ഉപയോഗിച്ച് ഒട്ടും തന്നെ അതിന് കഴിയുകയുമില്ല. ഈ സാഹചര്യത്തിൽ ആ നിയമത്തിലെ ചില വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ പറഞ്ഞു പോവുകയാണ് ഞാൻ. ഈ നിയമം നേരിട്ട് വായിക്കാൻ സഹായകമായ രീതിയിലുള്ള സൂചനയായിട്ട്, പ്രചോദനമായിട്ട് അത് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നിയമത്തിന്റെ 3-ാം വകുപ്പിലാണ് ഈ നിയമത്തിൽ വരുന്ന നിയമപദങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ഇന്റർപ്രിറ്റേഷൻ ക്ലോസ് എന്നാണ് അതിന്റെ തലക്കെട്ട്. അതിൽ 5 പദങ്ങൾ ആണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. 1 ഇമ്മൂവ് പ്രോപ്പർട്ടി, 2 ഇൻസ്ട്രുമെന്റ്, 3 അറ്റസ്റ്റഡ്, 4 രജിസ്ട്രേഡ്, 5 അറ്റാച്ച്ഡ് ടു എർത്ത്. ഈ 5 വാക്കുകളെ സംബന്ധിച്ച് തുടക്കത്തിൽ പറയാം എന്ന് വിചാരിക്കുകയാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റാൻഡിംഗ് ടിമ്പർ ഓർ ഗ്രോയിങ് ക്രോപ്സ് ഓർ ഗ്രാസ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇമ്മൂവബിൾ സ്ഥാവര വസ്തു എന്ന് പറയുന്നത് നിൽക്കുന്ന മരമോ വളരുന്ന വിളകളോ പുല്ലോ അല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ കൂടുതൽ നന്നായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ ഈ നിയമപദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ നിയമത്തിന്റെ 2-ാം വകുപ്പിലാണ്. അതിൽ പറയുന്നത് സ്ഥാവര വസ്തു എന്നത് ഭൂമിയും ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടങ്ങളും അതിലെ പരമ്പരാഗത ബത്തകളും അതിലെ യൂസ്മെന്റ് റൈറ്റുകൾ, വഴി അവകാശം, കടത്തവകാശം, വെളിച്ചത്തിലുള്ള അവകാശം, വെള്ളത്തിൽ അവകാശമുള്ള അവകാശങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്നാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭൂമിയും ഭൂമിയോട് നിബന്ധിപ്പിക്കപ്പെട്ടുള്ള എല്ലാ വസ്തുക്കളും സ്ഥാവര വസ്തുവാണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ നേർവിപരീതമാണ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന്, ജംഗമ വസ്തു എന്ന് പറയുന്നത്. ജംഗമ വസ്തുവിൽ ഉറപ്പായിട്ടും സ്റ്റാൻഡിംഗ് ടിമ്പറും ഗ്രോയിങ് ഗ്രാസും ക്രോപ്സ് ഒക്കെ വരികയും ചെയ്യും. വീട്ടുപകരണങ്ങൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ മൂവബിളായ കാര്യങ്ങളൊക്കെ ജംഗമ വസ്തുക്കളാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഈ വാക്കിനെതിൽ നിർവഹിച്ചിരിക്കുന്നത്. 2ാമത്തേത് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന വാക്കാണ്. ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതിന് ഇൻസ്ട്രുമെന്റ് ഈസ് എ നോൺ ടെസ്റ്റമെന്ററി ഇൻസ്ട്രുമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് മീൻസ് എ നോൺ ടെസ്റ്റമെന്ററി ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. എ നോൺ ടെസ്റ്റമെന്ററി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നോൺ ടെസ്റ്റമെന്ററി ഡോക്യുമെന്റ് മീൻസ് ദാറ്റ് ഈസ് ടു ക്രിയേറ്റ് ഓർ റെസ്ട്രിക്റ്റ് ഓർ ക്യാൻസൽ ടൈറ്റിൽ ഓർ റൈറ്റ് ഇൻ എ പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഒരു വസ്തുവിലുള്ള അവകാശമോ ഉടമസ്ഥതയോ സൃഷ്ടിക്കുന്നതിനോ പരിമിതപ്പെടുത്തുന്നതിനോ റദ്ദാക്കുന്നതിനുള്ള രേഖ എന്നാണ് നോൺ ടെസ്റ്റമെന്ററി ഡോക്യുമെന്റിന്റെ നിർവചനം. അപ്പൊ അതാണ് നാം പറയും. ഈ നിർവചനത്തെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത് കേരള മുദ്രപത്ര നിയമത്തിലാണ്. കേരള മുദ്രപത്ര നിയമത്തിന്റെ 2J എന്ന് പറയുന്ന വകുപ്പിലാണ് അത് പറയുന്നത്. അതിൽ പറയുന്നത് ഒരു അവകാശമോ ബാധ്യതയോ സൃഷ്ടിക്കാനോ കൈമാറ്റം ചെയ്യാനോ പരിമിതപ്പെടുത്താനോ വിപുലീകരിക്കാനോ റദ്ദാക്കാനോ രേഖപ്പെടുത്താനോ ഉള്ള രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണ് എന്നുള്ളതാണ്. എ ഡോക്യുമെന്റ് ടു ക്രിയേറ്റ്, ട്രാൻസ്ഫർ, ലിമിറ്റ്, എക്സ്റ്റെൻഡ്, എക്സ്റ്റിംഗ്വിഷ് ഓർ റെക്കോർഡ് ട്രാൻസാക്ഷൻ എന്നാണ്. അങ്ങനെ അതിലാണ് കൃത്യമായിട്ട്. 3ാമത്തെ വാക്ക് അറ്റസ്റ്റഡ് എന്നുള്ള വാക്കാണ്. അറ്റസ്റ്റഡ് എന്നുള്ള വാക്ക് നമ്മൾക്ക് പരിചിതമായൊരു വാക്കാണ്. കാരണം ആധാരങ്ങളിലെ സാക്ഷികളെ സംബന്ധിച്ച് നമുക്ക് അറിയുന്ന കാര്യമാണ്.
അത്തരത്തിൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സാക്ഷികളുണ്ട്. അറ്റസ്റ്റിംഗ് വിറ്റ്നസസ് ഉണ്ട്, ഐഡന്റിഫയിങ് വിറ്റ്നസസ് ഉണ്ട്. ആധാരകക്ഷി ആധാരത്തിനുള്ളിൽ ഒപ്പിടുന്ന സമയത്ത് അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒപ്പിടുന്നതാണ് അറ്റസ്റ്റിംഗ് വിറ്റ്നസസ് നമുക്കറിയാം. ആധാരത്തിന് പുറത്ത് രജിസ്ട്രേഷൻ സമയത്ത് ആധാര സമ്മതം നടത്തിയ കക്ഷിയെ തിരിച്ചറിയിച്ചുകൊണ്ട് ഒപ്പിടുന്നവരാണ് ഐഡന്റിഫയിങ് വിറ്റ്നസസ് എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ചെയ്യുന്ന പ്രവർത്തനമാണ് അറ്റസ്റ്റഡ് എന്ന് പറയുന്നത്. ഒരു എക്സിക്യൂട്ടന്റ് ഒരു രേഖയിൽ ഒപ്പിടുന്നത് കണ്ടതിന്റെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് അറ്റസ്റ്റഡ് എന്ന് പറയുന്ന അവസ്ഥ. നാലാമത്തെ വാക്ക് എന്ന് പറയുന്നത് രജിസ്ട്രേഡ് എന്നുള്ളതാണ്. രജിസ്ട്രേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നാണ്. ആ ഏതെങ്കിലും നിയമം എന്നുള്ളതിന് ഏത് നിയമമാണെന്ന് നമുക്കറിയാം. 1908 രജിസ്ട്രേഷൻ നിയമമാണ്. ആ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനമാണ് രജിസ്ട്രേഡ് എന്ന വാക്കിൽ വരുന്നത്. അഞ്ചാമത്തെ വാക്ക് അറ്റാച്ച്ഡ് ടു എർത്ത് ആണ്. അറ്റാച്ച്ഡ് ടു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും ഭൂമിയുള്ള വസ്തുക്കൾ, ഇപ്പോൾ കെട്ടിടങ്ങളും മതിലുകളും ഒക്കെ തന്നെ അറ്റാച്ച്ഡ് ടു എർത്ത് ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ട്രീ റൂട്ടഡ് ടു എർത്ത്, ട്രീ റൂട്ടഡ് ടു എർത്ത് ഒരു റിമൂവ് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടു എർത്ത് ആണ്. നേരെ സ്റ്റാൻഡിങ് ടിമ്പറിനെ കുറിച്ച് പറഞ്ഞു. ട്രീയും ടിമ്പറും വ്യത്യാസമുണ്ട്. ട്രീ എന്ന് പറയുന്നത് ഫലം കിട്ടുന്നതിന് വേണ്ടി, ഫ്രൂട്ടോ ജ്യൂസോ ഒക്കെ കിട്ടുന്നതിന്, ഇപ്പോൾ തെങ്ങാണ് കള്ള് അതുപോലുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഭൂമിയിൽ വളരുന്ന സസ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇനമാണ്. ടിമ്പർ എന്ന് പറയുന്നത് വ്യാപാര ആവശ്യത്തിന് വേണ്ടിയോ ഫർണിച്ചർ ആവശ്യത്തിന് മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്ന ഒന്നിന് ടിമ്പർ. ആ വ്യത്യാസം നമ്മൾ മനസ്സിൽ വെക്കണം. അങ്ങനെ ഭൂമിയിൽ വേരുറച്ചു നിൽക്കുന്ന മരം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ടു എർത്താണ് നമ്മൾ ഓർമ്മിക്കണം. ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്താണെന്നുള്ള നിർവചനമാണ്. അത് 5-ാം വകുപ്പിലാണ് നൽകിയിട്ടുള്ളത്. 5-ാം വകുപ്പിൽ പറയുന്നു, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മീൻസ് ആൻ ആക്ട് ബൈ വിച്ച് എ ലിവിംഗ് പേഴ്സൺ കൺവേസ് എ പ്രോപ്പർട്ടി ഇൻ പ്രസന്റ് ഓർ ഇൻ ഫ്യൂച്ചർ ടു വൺ ഓർ മോർ അതർ ലിവിംഗ് പേഴ്സൺ. വസ്തു കൈമാറ്റം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാള് അയാളുടെ വസ്തു ഇപ്പോഴത്തെ ഉപയോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടിയോ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കൈമാറുന്നത് തന്നെയാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും ജീവിച്ചിരിക്കണം. കൈ കൊടുക്കുന്ന ആളും ജീവിച്ചിരിക്കണം, കിട്ടുന്ന ആളും ജീവിച്ചിരിക്കണം. അങ്ങനെ ജീവിച്ചിരിക്കുന്ന രണ്ടാളുകൾ നടക്കുന്ന കൈമാറ്റം ആണ് എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ ജീവിച്ചിരിക്കണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യം എന്ന് പറയുന്നത് അത് വ്യക്തികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ മാത്രമല്ല, വ്യക്തികളുടെ കൂട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് അസോസിയേഷനുകളും കമ്പനികളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളതാണ്. മറ്റൊന്നു കൂടിയുണ്ട്, ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് ടു ഹിംസെൽഫ്. അയാൾക്ക് തന്നെ കൈമാറ്റവും ഇതിന്റെ പരിധിയിൽ വരണം. കൈമാറ്റം തന്നെയാണ്, ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയാണ്, വസ്തു കൈമാറ്റം ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നോർമലി അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്ക് എൻ്റെ ഭൂമി എനിക്ക് തന്നെ എഴുതി വെക്കേണ്ട കാര്യം. പക്ഷെ അങ്ങനെ എഴുതി വെക്കേണ്ടി വരുന്നത് ഞാൻ എൻ്റെ ഭൂമി മൈനറായ ഒരു കുട്ടിയുടെ ഗാർഡിയനായി ഞാൻ തന്നെ വരുമ്പോൾ എനിക്ക് എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് അയാളുടെ സ്വന്തം ഉടമസ്ഥയുടെ ഭൂമി കമ്പനിയുടെ പേരിൽ എഴുതി വെക്കേണ്ടി വരുമ്പോഴും അതും ഇതിന്റെ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് വരും. അതാണ് അതിൽ സൂചിപ്പിക്കുന്ന കാര്യം. അടുത്തതായിട്ട് വരുന്ന സെക്ഷൻ 6 വരുന്ന കാര്യമാണ് വാട്ട് മേ ബി ട്രാൻസ്ഫർ. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് മേ ബി ട്രാൻസ്ഫർ. ഏത് തരത്തിലുള്ള സ്വത്തുക്കളും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള വസ്തുക്കളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് 8 എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്, 8 അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അനന്തരാവകാശിക്ക് ഭാവി അയാൾക്ക് കിട്ടാനിരിക്കുന്ന സ്വത്തിന്റെ അവകാശം, ചാൻസ് അത് കൈമാറാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു ഉറ്റ ബന്ധുവിൽ നിന്ന് മരണപത്രപ്രകാരം കിട്ടാനുള്ള അവകാശം, ലീഗസി കനോട്ട് ബി ട്രാൻസ്ഫർ, അത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ വസ്തുവിനോടൊപ്പം കിട്ടിയ വഴി അവകാശം ആ വസ്തുവിൽ വേറിട്ട് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു ഉടമസ്ഥന് അനുഭവിക്കാനായിട്ട് സ്വയം അനുഭവിക്കാനായി നിർത്തിവെച്ചിരിക്കുന്ന റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന അവകാശം കൈമാറാൻ കഴിയില്ല. ഫ്യൂച്ചർ മെയിൻ്റനൻസ്, ഭാവി ജീവിത സംരക്ഷണ ചെലവിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന അവകാശം കൈമാറാൻ കഴിയില്ല. റൈറ്റ് സ്യൂ, വ്യവഹാരം നടത്താനുള്ള അവകാശം കൈമാറാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു പബ്ലിക് ഓഫീസർക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അയാളുടെ ജോലിയോ അതിന് കിട്ടാവുന്ന ശമ്പളമോ ഭാവിയിൽ ശമ്പളം കിട്ടാനുള്ള അവകാശമോ കൈമാറാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു പട്ടാള ഉദ്യോഗസ്ഥന്, സിവിൽ സർവന്റിന്, രാഷ്ട്രീയ പെൻഷൻകാരന് അവർക്കൊക്കെ കിട്ടുന്ന പെൻഷനുകൾ, സ്റ്റൈപ്പൻഡുകളൊന്നും കൈമാറാൻ കഴിയില്ല. മറ്റൊന്ന്, ഒരു ലീസ് ഡീഡ് പ്രകാരം വാടകക്കാരന് കിട്ടുന്ന അവകാശം കൈമാറാൻ കഴിയില്ല.
സെക്ഷൻ 8 പറയുന്നത് ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫർ ആണ്. എങ്ങനെയാണ് ഈ കൈമാറ്റം പ്രാവർത്തികമാകുന്നത് എന്നാണ്. കൈമാറ്റം പ്രാവർത്തികമാകുന്നത് എപ്പോഴാണോ കൈമാറ്റം നടക്കുന്നത് അപ്പോൾ തന്നെ പ്രാവർത്തികമാകുന്നു. അങ്ങനെ പ്രാവർത്തികമാകുമ്പോൾ എന്തൊക്കെയാണോ അയാൾക്ക് കിട്ടേണ്ടത് അതൊക്കെ കിട്ടും. ഇപ്പോൾ ഭൂമിയാണെങ്കിൽ ഭൂമിയിലെ കെട്ടിടം, ആ കെട്ടിടമാണ്, വീടാണെങ്കിൽ വീട്, അതിന്റെ താക്കോല്, ജനല്, വാതില്, അതിൽ ഘടിപ്പിച്ചത്, ഫാൻ, അങ്ങനെ തുടങ്ങുന്ന എല്ലാം സഹിതം അയാൾക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ വഴിയവകാശമുണ്ടെങ്കിൽ വഴിയവകാശം കിട്ടുന്നു. അതുപോലെ ലൈറ്റിനുള്ള വെളിച്ചത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ വെള്ളത്തിനുള്ള അവകാശം, ഇതുപോലുള്ള അവകാശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അത്തരം ഈസ്മെന്റുകളുണ്ടെങ്കിൽ അത്തരം ഈസ്മെന്റുകളൊക്കെ അതിനൊപ്പം തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ 9 ഓറൽ ട്രാൻസ്ഫർ ആണ്. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മേ ബി മെയ്ഡ് വിത്തൗട്ട് റൈറ്റിംഗ് ഇൻ എവരി കേസ് ഇൻ വിച്ച് എ റൈറ്റിംഗ് ഈസ് നോട്ട് റിക്വയർഡ് ബൈ ലോ. നിയമപ്രകാരം ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ ഒരു വസ്തു കൈമാറ്റത്തിന് രേഖ ആവശ്യമില്ല, എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അത് വാക്കാൽ കൈമാറാൻ കഴിയുന്നതാണ്. അങ്ങനെ വാക്കാൽ കൈമാറാൻ കഴിയുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, വാക്കാൽ കൈമാറാൻ കഴിയാത്ത ഒരുപാട് രേഖകളുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് രജിസ്ട്രേഷൻ ആക്ടിലാണ്. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ 17 ഡോക്യുമെന്റ് ഓഫ് വിച്ച് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ഡോക്യുമെന്റ് ഓഫ് വിച്ച് രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആധാരങ്ങളുടെ ലിസ്റ്റാണ് അതിൽ പറയുന്നത്. അത്ര രേഖകൾ എഴുതി വെക്കണം. അതേപോലെ തന്നെ സെക്ഷൻ 18 രജിസ്ട്രേഷൻ ഓഫ് വിച്ച് രജിസ്ട്രേഷൻ ഈസ് ഡോക്യുമെന്റ് ഓഫ് വിച്ച് രജിസ്ട്രേഷൻ ഈസ് ഓപ്ഷണൽ. ഡോക്യുമെന്റ് ഓഫ് വിച്ച് രജിസ്ട്രേഷൻ ഈസ് ഓപ്ഷണൽ. ഓപ്ഷണലായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആധാരങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ ഉൾപ്പെടെയുള്ള രേഖകൾ അതിൽ വരും. ആ രേഖകളും എഴുതി വെക്കേണ്ട രേഖകൾ, അതിലും ഒരു ലിസ്റ്റ് ഉണ്ട്. ആ രേഖകൾ എഴുതി വെക്കേണ്ട രേഖകളാണ്. അതോടൊപ്പം തന്നെ മുദ്രപത്ര നിയമത്തിൽ പറയുന്ന 2 മുദ്രപത്ര നിയമത്തിലും പറയുന്ന രേഖകളുണ്ട്. മുദ്രസ്ഥല കൊടുക്കേണ്ട രേഖകൾ. അങ്ങനെ മുദ്രസ്ഥല കൊടുക്കേണ്ട രേഖകൾ ഉണ്ടെങ്കിൽ ആ മുദ്രസ്ഥല കൊടുത്താൽ മാത്രമേ അതിന് നിയമസാധുത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് എഴുതി വെക്കേണ്ട രേഖകളാണ്. 12 രേഖകൾ ഇന്ത്യൻ മുദ്രപത്ര നിയമത്തിൽ വരും, 58 രേഖകൾ കേരള മുദ്രപത്ര നിയമത്തിൽ. ഇത്രയും രേഖകൾ എഴുതി വെക്കേണ്ട രേഖകളാണ് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. അടുത്ത സെക്ഷൻ 10 സെക്ഷൻ 10 കണ്ടീഷൻ റെസ്ട്രെയിനിങ് ഏലിയനേഷൻ. അന്യാധീനപ്പെടുത്തൽ തടയുന്ന ഒരു വ്യവസ്ഥ. നമ്മളൊരു കൈമാറ്റ രേഖയിൽ ഈ ഇത് പ്രകാരം കൈമാറി കിട്ടുന്ന വസ്തു നിങ്ങൾ അന്യാധീനപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കണ്ടീഷൻസ്, അത്തരം ലിമിറ്റേഷൻസ് ഈസ് വോയിഡ്. ദാറ്റ് ലിമിറ്റേഷൻ ഓർ കണ്ടീഷൻ ഈസ് വോയിഡ്. അത് നിയമസാധു ഉണ്ടായിരിക്കുന്നില്ല, അത് നിലനിൽപ്പുണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്നത് അബ്സല്യൂട്ട് റൈറ്റ്, അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ്, പ്രയർ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അത് വിശദാംശങ്ങളിലേക്ക് പോകുന്നത് കുറച്ച് നീട്ടി വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് തൽക്കാലം ഒഴിവാക്കുന്നത്. സെക്ഷൻ 25 വന്നാൽ കണ്ടീഷണൽ ട്രാൻസ്ഫർ ആണ്. സെക്ഷൻ 25 കണ്ടീഷണൽ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നു. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട്, ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഒരു കൈമാറ്റം നടക്കുന്നു. അങ്ങനെ കൈമാറ്റം നടത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടീഷൻ അസാധ്യമോ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതോ ആണെങ്കിൽ അങ്ങനെ വെക്കുന്ന കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടീഷൻ വോയിഡായിരിക്കും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ ഓടണം എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ട് ഒരു കൈമാറ്റം നടത്തുന്നു. അങ്ങനെയുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ സാധ്യമായ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ കണ്ടീഷൻ വോയിഡാണ്. അതുപോലെ കണ്ടീഷൻ അപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, എ ബിക്ക് കൈമാറ്റം ചെയ്യുന്നു. എയുടെ മകൾ സിയെ വിവാഹം കഴിക്കാൻ മാത്രം പ്രാബല്യത്തിൽ വരൂ എന്ന് പറയുന്നു. സി എന്ന് പറയുന്ന സ്ത്രീയെ എയുടെ മകള് കണ്ടീഷൻ നടക്കുന്ന ഈ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് മരണപ്പെട്ടിരിക്കുന്നു. അത് വോയിഡായ ഒരു ട്രാൻസ്ഫറാണ്. അടുത്തത് സെക്ഷൻ 53 അത് ഫ്രോഡ്യൂലന്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രോഡ്യൂലന്റ് ട്രാൻസ്ഫറിന്റെ വഞ്ചനാപരമായ കൈമാറ്റമാണ്. ആ കൈമാറ്റം എന്ന് പറയുന്നത് എവരി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മെയ്ഡ് വിത്ത് ആൻ ഇന്റൻഷൻ ടു ഡിഫീറ്റ് എ ക്രെഡിറ്റർ ഷാൽ ബി വോയിഡബിൾ. ഒരു കടക്കാരന് അയാൾ കടം കൊടുത്ത് തീർക്കാനുള്ള ഒരാള് അത് അയാളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അയാളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഒരു കൈമാറ്റം നടത്തി കഴിഞ്ഞാൽ അത് വഞ്ചനാപരമായ കൈമാറ്റമാണ്. അത്തരം കൈമാറ്റത്തിന് നിയമസാധുത ഉണ്ടാവുകയില്ല എന്നാണ് അതിൽ പറയുന്നത്. 54ാമത്തെ വകുപ്പിലാണ് സെയിലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സെയിൽ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ പ്രൈസ് പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ പാർട്ട് പെയ്ഡ് ആൻഡ് പാർട്ട് പ്രോമിസ്ഡ്. പണം
കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്, അതേപോലെ കുറച്ച് പണം കൊടുത്തുകൊണ്ട് ബാക്കി പണം കൊടുക്കാമെന്ന് വ്യാഖ്യാനിക്കുക. അങ്ങനെ 3 രീതിയിൽ ഈ പണം കൊടുത്തുകൊണ്ട് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കുറച്ച് പണം കൊടുത്തു ബാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം. ഇങ്ങനെ കൊടുക്കുന്ന ഓണർഷിപ്പിന്റെ ഉടമസ്ഥത കൈമാറ്റത്തെയാണ് സെയിൽ എന്നാണ് പറയുന്നത്. 50-ാമത്തെ വകുപ്പിലെ ഒരു സെല്ലറുടെയും ബയറുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ആധാരത്തിന്റെ അടിയിലെ പ്രതിഫല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് പറയുന്ന നിബന്ധനകൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. സെക്ഷൻ 58 എന്ന് പറയുന്നത് മോർഗേജിനെ കുറിച്ചാണ് പറയുന്നത്. മോർഗേജ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് എ ലോൺ എമൗണ്ട്. ഒരു വായ്പാ സംഖ്യ കൈപ്പറ്റുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വസ്തുവിലെ അവകാശം ഈടായി കൊടുക്കുന്നതിനെയാണ് മോർഗേജ് പണയം എന്ന് പറയുന്നത്. പണയം 5 വിധത്തിലുള്ള പണയങ്ങളുണ്ട്. ഒന്നാമത്തെ പണയം എന്ന് പറയുന്നത് സിമ്പിൾ മോർഗേജ് ആണ്. സിമ്പിൾ മോർഗേജ് എന്ന് പറഞ്ഞാൽ പണയസംഖ്യ കിട്ടുന്നതിന് വേണ്ടി, വായ്പ കിട്ടുന്നതിന് വേണ്ടി വസ്തു ഈടായിട്ട് വെക്കുമ്പോൾ വസ്തു കൈവശം കൊടുക്കുന്നില്ല. വസ്തു കൈവശം കൊടുക്കാതെ വസ്തു നമ്മുടെ കടക്കാരന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന പണയത്തെയാണ് സിമ്പിൾ മോർഗേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മോർഗേജ് വിത്ത് പൊസഷൻ ആണ്. മോർഗേജ് വിത്ത് പൊസഷൻ എന്ന് പറഞ്ഞാൽ കടം കിട്ടുന്നതിന്, വായ്പാ സംഖ്യ കിട്ടുന്നതിന് വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുന്ന കടം കൊടുക്കുന്നയാൾക്ക് വസ്തു കൈവശം കൊടുക്കുന്നതിനെയാണ് മോർഗേജ് വിത്ത് പൊസഷൻ MWP എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറയുന്നത്. ഈ മോർഗേജ് പ്രകാരം ഈ കടക്കാരൻ അയാൾ വാങ്ങിയ വായ്പാ തുക പലിശ സഹിതം തിരിച്ചടച്ചില്ല എങ്കിൽ അയാൾക്ക്, ഈ കടം കൊടുത്തയാൾക്ക് ഈ വസ്തു വിൽപ്പിച്ചീടാക്കാൻ അവകാശമുണ്ട്. വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് കോർട്ടിന്റെ ഇടപെടലില്ലാതെ വസ്തു സംഖ്യ ഈടാക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് നിലനിൽക്കുന്ന വ്യവസ്ഥ. മൂന്നാമത്തത് എന്ന് പറയുന്നത് മോർഗേജ് വിത്ത് കണ്ടീഷണൽ സെയിൽ എന്നുള്ളതാണ്. മോർഗേജ് വിത്ത് കണ്ടീഷണൽ സെയിൽ എന്ന് പറയുന്നത് ഈടായി കിട്ടാൻ വേണ്ടി വസ്തു എഴുതി കൊടുക്കുന്നു. വസ്തു എഴുതി കൊടുക്കുമ്പോൾ അതിലൊരു കണ്ടീഷണൽ സെയിൽ കൂടി വെക്കുന്നു, ഒരു നിബന്ധന കൂടി വെക്കുന്നു. ഈ പണം പലിശ സഹിതം തിരിച്ചടക്കാതെ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈ വസ്തു തീറായിട്ട് പൂർണ്ണ അവകാശം കിട്ടി സിദ്ധിക്കുന്നതാണ് എന്നുള്ള ഒരു നിബന്ധന കൂടി വെക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പണം തിരിച്ചടക്കാത്ത ആളുടെ ഭൂമി തീറായിട്ട് കടം കൊടുത്ത ആൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. നാലാമത്തത് യൂസഫ്ലെക്ടറി മോർഗേജ് ആണ്. യൂസഫ്ലെക്ടറി മോർഗേജ് എന്ന് പറയുന്നത് വസ്തു ഈടായി കൊടുക്കുന്നു, കൈവശം കൊടുക്കുകയും ആ കൈവശം കൊടുക്കുമ്പോൾ ആ വസ്തുവിലെ അനുഭവം എടുത്തുകൊണ്ട് ഈ കട സംഖ്യയും അതിന്റെ പലിശയും അടച്ചു തീർക്കാനോ അങ്ങനെ അടച്ചു തീരുന്ന മുറയ്ക്ക് വസ്തു തിരിച്ചു കൊടുക്കാനുള്ള നിബന്ധന വെച്ചിട്ടുള്ള യൂസഫ്ലെക്ടറി മോർഗേജ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഇനം എന്ന് പറയുന്നത് മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ, മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ് എന്നുള്ളതാണ്. അത് നമുക്ക് പരിചിതമായ ഒരു ഇനമാണ്. ഇപ്പോൾ വളരെ കൂടുതൽ അത്രയും ഡോക്യുമെന്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, വസ്തുവിന്റെ പണം കിട്ടുന്നതിന് വേണ്ടി ഈടായി വെക്കുന്നത് വസ്തുവിന്റെ ഉടമസ്ഥ രേഖകളാണ്. ഉടമസ്ഥ രേഖകൾ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് കടം വാങ്ങുന്ന രീതിയാണ് മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന ഇനം ആധാരങ്ങൾ. അടുത്തത് ലീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 105-ാമത്തെ സെക്ഷനിലാണ്, 5-ാമത്തെ ചാപ്റ്ററിലാണ്. എ ലീസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് a transfer of right to enjoy such property made for certain time in consideration of a price or money or any other thing of value to be rented periodically. ലീസ് എന്ന് പറയുന്നത് റിമൂവബിൾ പ്രോപ്പർട്ടി അവകാശം അനുഭവിക്കുന്നതിന് വേണ്ടി മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്നു. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അയാൾ അതിന് ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ടാകും. 5 വർഷത്തേക്കുള്ള വാടക വെച്ചിട്ട് അതിന് റെന്റ് നിശ്ചയ മാസം 5000 രൂപ വെച്ച് തരണം. അങ്ങനെ നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത ഒരു സംഖ്യ നൽകിക്കൊണ്ട് പീരിയഡ് എന്ന് പറയുന്ന 1 മാസമാണ്. അങ്ങനെ പീരിയോഡിക്കലായിട്ട് ഒരു സംഖ്യ നൽകാമെന്നുള്ള നിബന്ധനയിൽ എഴുതി കൊടുക്കുന്ന കൈമാറ്റത്തെയാണ് ലീസ് എന്ന്
പറയുന്നത് ആ ലീസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല നിർവചനമാണ് നമ്മൾ TP ആക്ടിൽ കാണാൻ കഴിയുക, ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ആക്ടിലെ നിർവചനം എന്ന് പറയുന്നത് വളരെ അവ്യക്തമാണ്. അതേപോലെ തന്നെ സ്റ്റാമ്പ് ആക്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്നാലും ഇത്രയും വ്യക്തമായ നിർവചനം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ വിവിധ ഇനം ലീസുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ കണിശമായിട്ട് മുദ്ര പത്ര നിയമത്തെ പട്ടികയിലെ ആർട്ടിക്കിൾ 33 നമ്മൾക്ക് കാണാൻ കഴിയും. ഓരോ കാലത്തേക്കുള്ള മുതൽസ്ഥല നിരക്കുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അതേപോലെ അഡ്വാൻസിനുള്ള ഫീസ്, അതേപോലെ പ്രീമിയത്തിനുള്ള ഫീസല്ല സ്റ്റാമ്പ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. 122 വകുപ്പിലെ ഗിഫ്റ്റിനെ കുറിച്ചാണ് നിർവചിച്ചിരിക്കുന്നത്. ഗിഫ്റ്റിനെ നിർവചിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് certain existing movable or immovable property made voluntarily and without consideration by a person to another. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പണം ഒന്നും കൈപ്പറ്റാതെ, പ്രതിഫലം ഒന്നും കൈപ്പറ്റാതെ സ്ഥാവര വസ്തുവോ ജംഗമ വസ്തുവോ എഴുതി കൊടുക്കുന്ന രേഖയാണ് ദാനം എന്ന് പറയുന്നത്. ദാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദാനം എഴുതി കൊടുത്ത ആള്, ഡോണറ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടിയ ആള്, ഡോണി അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്, ജീവിതദശയിൽ തന്നെ അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിന് സെക്ഷൻ 126 പറയുന്നത് എ ഗിഫ്റ്റ് കനോട്ട് ബി റിവോക്ഡ്. ഗിഫ്റ്റ് കനോട്ട് ബി, ഒരു ഗിഫ്റ്റ് ഒരിക്കൽ സാധാരണ നിലയിൽ റദ്ദാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത്. ചില അസാധാരണമായ കാര്യങ്ങളിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെ ഉണ്ടാക്കിയ രേഖകൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്, ആ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരാത്ത പക്ഷം ഇത് സാധുവാകുന്നതല്ല എന്ന് പറയുന്ന അതുപോലുള്ള നിബന്ധനകളുള്ള കാര്യങ്ങളിലൊക്കെ അല്ലാതെ മറ്റു കാര്യങ്ങളിൽ ഗിഫ്റ്റ് കനോട്ട് ബി റിവോക്ഡ്. ഗിഫ്റ്റിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, ഇഷ്ടദാനം എന്ന് പറയുന്നത് ദാനത്തിന് ചില വ്യവസ്ഥകളുടെ കൂടി നടത്തുന്ന കൈമാറ്റത്തെയാണ് ഇഷ്ടദാനം എന്ന് പറയുന്നത്. സെറ്റിൽമെന്റ് ഈസ് നോൺ ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ ഇൻ റൈറ്റിംഗ്. സെറ്റിൽമെന്റ് ഈസ് എ നോൺ ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു സ്ഥാവര ജംഗമ വസ്തുവിനെ സംബന്ധിച്ച് എഴുതി വെക്കുന്ന നോൺ ടെസ്റ്റമെന്ററി രേഖയാണ് സെറ്റിൽമെന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് 3 വ്യവസ്ഥകളുണ്ട്. ആ 3 വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ സെറ്റിൽമെന്റ് ആവുകയുള്ളൂ. അങ്ങനെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇൻ കൺസിഡറേഷൻ ഓഫ് മാരേജ്, വിവാഹ പ്രതിഫലമായിട്ട് എഴുതി വെക്കുമ്പോൾ അത് സെറ്റിൽമെന്റ് ആയിട്ട് മാറും. 2 ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രോപ്പർട്ടി എമംഗ് ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾക്കിടയിൽ വസ്തു വിതരണം നടത്തുന്നതിന് വേണ്ടി എഴുതാൻ. 2 ആണ്. അല്ലെങ്കിൽ ഫോർ ഹൂം ഹി ഡിസൈസ് ടു പ്രൊവൈഡ്, ഇഷ്ടപ്പെടുന്ന ആൾക്ക് എഴുതി വെക്കുമ്പോൾ അത് സെറ്റിൽമെന്റ് ആയിട്ട് മാറും. ഫോർ ദ ഡിപ്പെൻഡന്റ്, ഒരു ഡിപ്പെൻഡന്റിന് പ്രൊവൈഡിങ് എ ഡിപ്പെൻഡന്റ്, ഒരു ഡിപ്പെൻഡന്റ് ആവശ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി എഴുതി വെക്കുമ്പോഴും അത് സെറ്റിൽമെന്റ് ആയിട്ട് മാറും. അത് രണ്ടാമത്തെ 2Q2 എന്ന് പറയുന്ന ക്ലോസ് ആണ്. അതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ, ഈ രീതിയിലുള്ള നിബന്ധനകളോട് വരുന്ന ദാനം ഇഷ്ടദാനമായിട്ട് മാറും. അതിന് പത്ര നിയമത്തിലെ മുമ്പ് വ്യക്തമായ മുതൽസലയിലെ കുറവ് അനുവദിച്ചിരുന്നു. ഇപ്പോഴും കുറവ് ഉണ്ട്. ചില കുടുംബാംഗങ്ങളില്ലെങ്കിൽ ആ കുറവ് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. സെക്ഷൻ 118 എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെൻ 2 persons mutually transfer the ownership of one thing for the ownership of another, neither thing nor both things being money only, the transaction is exchange. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് പകരം കൊടുക്കുന്നതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ വസ്തുക്കൾ തമ്മിലാണ് കൈമാറ്റം നടക്കേണ്ടത്. വസ്തുവിൽ പണം അതിൽ കടന്നു വരാം. പണം കടന്നു വരുന്നത് ഒരു വസ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ വില സമീകരിക്കുന്നതിന്റെ ഒക്കെ വേണ്ടിയൊക്കെ പണം. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു വസ്തു 2 ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തുവായിട്ട് കൈമാറുന്നു. അങ്ങനെ വരുമ്പോൾ ആ 2 ലക്ഷം രൂപയുടെ വസ്തുവും 3 ലക്ഷം രൂപ ക്യാഷ്, ആ രീതിയിലുള്ള കൈമാറ്റങ്ങൾ വരുമ്പോൾ അത് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന നിർവചനം. ഇതിൽ പറ്റി ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വസ്തു മറ്റൊരു വസ്തുവായിട്ടാണ് കൈമാറുന്നത്. അല്ലാതെ എന്ന് പറയുമ്പോൾ ഒരാളുടെ പല വസ്തുക്കൾ, മറ്റൊരാളുടെ പല വസ്തുക്കളായിട്ട്, രണ്ടും ഒരു വസ്തുക്കളാണ്. പക്ഷെ രണ്ടാൾ
കൂട്ടാവകാശപ്പെട്ട ഒരു വസ്തു മറ്റൊരാൾക്ക് കൈമാറാം. പക്ഷേ രണ്ടാൾക്ക് സെപ്പറേറ്റ് ആയ അവകാശമുള്ള വസ്തു മറ്റൊരാളുടെ വസ്തുവായിട്ട് കൈമാറാൻ കഴിയില്ല എന്ന് നമ്മൾ അവിടെ ഓർമ്മിക്കണം. ഞാൻ ഇതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഇങ്ങനെ നാം പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അതിന് കഴിയാവുന്ന രീതിയിലൊരു വഴികാട്ടിയായിട്ട് എൻ്റെ ഈ അവതരണം നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞാൻ തൃപ്തനാണ്. അങ്ങനെ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി.